ഭാഗ്യം നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. ആ ഭാഗ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നത്തെ ഭാഗ്യം ഈ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഇവരെ പിടിച്ചു കൊടുത്താൽ കിട്ടും 50,000 സമ്മാനം. ഈ കള്ളന് വളരെ ബുദ്ധിമാനും അപകടകാരിയുമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിലെ വാതിലുകളും ജനാലകളും പൂട്ടാൻ മറക്കരുത്. ഉടൻ തന്നെ ജനലും കഥകും തുറന്നു വെക്കേ. നിനക്കെന്താടാ വട്ട് പിടിച്ചോ? അവനെ കണ്ട് നാട് മുഴുവൻ വരച്ചിരിക്കുക. വന്ന് വീട്ടിനകത്തങ്ങ് കേറിയാലോ? അത് തന്നെ എനിക്കും വേണ്ടേ. കള്ളൻ വീട്ടിനകത്ത് കയറുമ്പോ നമ്മൾ അവനെ പിടിക്കുന്നു. ആ സമ്മാനം കിട്ടുന്ന കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് കാലം കുറെ ആയി. ഒരു 2 കള്ളന്മാർ ഇവിടെ തന്നെ ഉണ്ട്. സംശയമുണ്ടോ? ആ മാഡം ആണെങ്കിൽ വീട്ടിലുമില്ല. ഇതാണ് പറ്റിയ സമയം. പോലീസിനെ നമുക്ക് സഹായിക്കാം. നല്ല പേര് നമുക്ക് കിട്ടുകയും ചെയ്യും. അതെ ശരിയാ. ഓ കഥവ് തുറന്നിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് പണി തരാനുള്ള പരിപാടിയാ. എന്തായാലും ഈ വീട് ഇന്ന് ഞാൻ കൊള്ളയടിച്ചിരിക്കും. ഒരു സാധനം പോലും ബാക്കി വെക്കില്ല. എന്നോടാണ് കളി. എനിക്കെന്തോ എല്ലാരും ഉറങ്ങാണെന്നാ തോന്നുന്നത്. എന്റെ സമയം തെളിഞ്ഞു. ഈ വീടെന്തായാലും മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം. എടാ ഇവൻ ആള് ഭയങ്കരം തന്നെയാ. ഇവനെ പിടികൂടാൻ വലിയ പണിയാ. എന്തിനാ അവനെ പിടികൂടുന്നേ? ഇവനെന്താ ഫയൽവാനാ? ബയൽവാനല്ല, കള്ളനാ കള്ളൻ. ആ ശരി, ഫയൽവാനായിരുന്നെങ്കിൽ നല്ല അടി കിട്ടുമായിരുന്നു. മാഡം നമ്മളെ വിശ്വസിച്ചാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിരിക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും കള്ളനെ തടയണം. ഇവനെല്ലാം മോഷിച്ച് പോവുകയാണെങ്കിൽ മാഡം നമ്മളെ തീർച്ചയായിട്ടും വെറുതെ വിടില്ല. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ കണ്ടോ? എടാ ഒന്നും സംഭവിക്കില്ല. ഞാൻ എന്ത് പറയുന്നുവോ അതുപോലെ അങ്ങ് ചെയ്യേ. ആരാ ആരാ ആരാ? ധൈര്യം ഉണ്ടെങ്കിൽ നേരിൽ വാ. എടാ പൂച്ചേ, നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ? എവിടെ പോയി? വിടില്ല ഞാൻ. എവിടെ പോയാലും ശരി, ഞാൻ ഒരാളെയും വെറുതെ വിടില്ല.
ഊ, എവിടെ പോയി? എനിക്കെന്തോ ഒരുപാട് പേരുള്ളതായി തോന്നുന്നു. ഒരുത്തനെ എന്റെ കയ്യിൽ കിട്ടിയാൽ ബാക്കിയുള്ളവരെല്ലാം വന്നോളും. ഓഹോ, ഡോഗ് ഉണ്ടല്ലോ ഇവിടെ. എന്തൊക്കെയാണെങ്കിലും ശരി, ഇന്ന് ഞാൻ ഒരുത്തനെയും വെറുതെ വിടില്ല. ഓ, അങ്ങനെ വരട്ടെ. നിങ്ങൾ 4 പേരും കൂടിയാണല്ലേ അങ്ങനെ ചെയ്തത്? അതെ, നീ പറഞ്ഞ സത്യം തന്നെയാണ്. ഇനി നിന്നെ പോലീസിൽ ഏൽപ്പിക്കേണ്ട പണി മാത്രമേ ബാക്കിയുള്ളൂ. സംശയമുണ്ടോ? ഇവിടെയുള്ള പോലീസ് മുഴുവനും എന്നെ പിടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെയാണോ നിങ്ങള്? ഇത് ചീറ്റിംഗ് ആണ്, ഇത് ചീറ്റിംഗ് ആണ്. ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. ഫാൻ ഓഫ്. എനിക്ക് തല കറങ്ങുന്നു. എഴുന്നേറ്റ് പറക്ക്. താങ്ക് യു. തല കറങ്ങിയപ്പോ പെട്ടെന്ന് ബുദ്ധി ജോലി ചെയ്തില്ലടേ. അത് ശരി, നിങ്ങളാണോ പിടികൂടാൻ പോകുന്നേ? വാ, ആദ്യത്തെ അടി നിനക്ക് തന്നെ തരാം. എടാ നിക്കാണ് പറഞ്ഞത്. അവന് വേഗം ചെക്ക്. ബോധം പോയോ നോക്ക്. അതെ ചേട്ടായി, ചേട്ടായിയുടെ ബോധം പോയോ? നീ എന്താ ചെയ്യുന്നേ? അവന് ബോധം വരും, നമുക്കതും കെട്ടിയിടാം. വേഗം ഇൻസ്പെക്ടർ പാണ്ഡേക്ക് ഫോൺ ചെയ്യ്. ഹലോ ഇൻസ്പെക്ടർ പാണ്ഡ. സാർ, ഇതാണ് ആ കള്ളൻ. ഇവരെ നിങ്ങൾ പിടിച്ചോ? പിടിക്കണ്ടായിരുന്നു. എന്നാ ശരി, ഞങ്ങൾ അഴിച്ചു വിട്ടേക്കാം. നീ എന്താണ് ഈ കാണിക്കുന്നത്? മോളിലിരിക്കുന്ന ആള് നിനക്ക് ബുദ്ധി തരുന്ന സമയത്ത് നീ എവിടെ പോയിരിക്കായിരുന്നു? റേഷൻ വാങ്ങാൻ പോയിരിക്കുവായിരുന്നു. നീ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇദ്ദേഹത്തിന് കഴിയാത്തതേ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇവരെ പിടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രാപ്പകല് കഷ്ടപ്പെടുകയായിരുന്നു. ഇവരെ വിടരുത്, വേഗം പിടിക്ക. ഇനി എന്തിനാ പിടിക്കുന്ന? ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കല്ലേ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലമായി പോയി. താനിങ്ങനെ നോക്കുകുത്തി പോലെ നിൽക്കാതെ പിടിക്കവനെ. ഓക്കേ സാർ. ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അതും ഇത്രയും വെളുപ്പാങ്കാലത്ത്. നിങ്ങൾ കാരണം എന്റെ കുട്ടികൾക്ക് ഉറക്കം തന്നെ ഇല്ലാതെയായി. അല്ല മാഡം, മിണ്ടിപ്പോകരുത്. ഞാൻ ഡിഐജിയോട് തീർച്ചയായിട്ടും കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. നിങ്ങൾ കാരണം ആർക്കും ഇവിടെ ഉറക്കമില്ലാതെയായി. സത്യം എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക്. മേഡം, വീട്ടിൽ കള്ളൻ കയറി മേഡം. അവനെ പിടിക്കാനാ വന്നത്. ഓ, അതെ, ഇവൻ വലിയൊരു കള്ളനാണ്. നിങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നതാ. ആ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഈ കള്ളൻ എങ്ങനെയാ ഇവിടെ മോഷ്ടിക്കാൻ കയറിയത്? ഇൻസ്പെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും മാഡം? കള്ളം വരുന്നത് അദ്ദേഹം അറിഞ്ഞില്ല. എടാ കഴുത, മാഡം ചോദിച്ചത് നമ്മളോടാണ്. മേഡം, ഇവരോട് ദേഷ്യപ്പെടണ്ട. കാണാൻ ഇവരെ മണ്ടന്മാരെ പോലെയാണെങ്കിലും ധൈര്യശാലികളാണ്. ഇവർ കാരണമാണ് പിടികിട്ടാപ്പുള്ളിയായ ഈ കള്ളനെ ഞങ്ങളുടെ കൈ കിട്ടിയത്. അതുകൊണ്ട് ഇവരെ പ്രശംസിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഓ, കൂടാതെ ഈ കള്ളനെ പിടികൂടിയ സമ്മാനത്തുക ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബൈ ബൈ. നിങ്ങൾ എന്തായാലും നല്ലൊരു കാര്യം തന്നെ ചെയ്തത്. എനിക്ക് വളരെ സന്തോഷമായി.